ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശന് ഒപ്പമുള്ള പരിപാടി ഒഴിവാക്കി മന്ത്രിമാർ. രമേശ് ചെന്നിത്തലയും എം ലിജുവുമാണ് അസൗകര്യം അറിയിച്ചത്. KPCC യോഗം നടക്കുന്നതിനാൽ എത്താൻ താമസിക്കുമെന്നതാണ് വിശദീകരണം. പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് മന്ത്രിമാർ ഇന്ന് രാവിലെയും അറിയിച്ചതെന്ന് സംഘാടകർ പറയുന്നു. കേരള കൗമുദിയുടെ വാർഷികാഘോഷവും ജില്ലയിലെ MLA മാർക്ക് ആദരവും നൽകുന്ന പരിപാടിയാണ് മന്ത്രിമാർ ഒഴിവാക്കിയത്. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, ആദ്യഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെ നേരിട്ട് പോയി കണ്ടതും അതോടൊപ്പം ബിന്ദുകൃഷ്ണ അടക്കമുള്ള ആളുകൾ വണങ്ങി നിൽക്കുന്നതുമൊക്കെ വലിയ വിമർശനം വന്നിരുന്നു. ആ പശ്ചാത്തലം കൂടിയുണ്ടോ ഈ പിൻവാങ്ങൽ? രുചീഷ്, ഏതായാലും ഭരണപക്ഷത്തു നിന്നായാലും പ്രതിപക്ഷത്തു നിന്നായാലും വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്നത് ഇപ്പോൾ ഒരു വിവാദമായി മാറുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ പരാമർശങ്ങൾ ഏറെക്കാലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകളായതാണ്. ആ ഒരു പരിസ്ഥിതിയിൽ കൂടി വേണം ഇത് കാണാൻ. ഏതായാലും ആലപ്പുഴ ജില്ലയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികൾക്ക് ഒരു ആദരം എന്ന നിലയിൽ കൂടി വിഭാവനം ചെയ്തിരുന്ന ഒരു പദ്ധതിയായിരുന്നു കേരള കൗമുദിയുടെ 115ാം വാർഷികാഘോഷം എന്ന് പറയുന്നത്. ഇത് ആലപ്പുഴയിലെ പഴവീട് കൃഷ്ണ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടത്താനായിരുന്നു മുൻകൂട്ടി തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികളെല്ലാം നേരത്തെ വിളിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല, എം ലിജു, ഷാനിമോൾ ഉസ്മാൻ, സുധാകരൻ, അതോടൊപ്പം തന്നെ പി പ്രസാദ്, സജി ചെറിയാൻ, അരുൺകുമാർ, അതോടൊപ്പം തന്നെ രജി ചെറിയാൻ, ഇവരെല്ലാമാണ് ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നത്. തുടക്കത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗമായിട്ടുള്ള MLA-മാരും മന്ത്രിമാരും ഈ പരിപാടിക്ക് പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരുന്നതെന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും രമേശ് ചെന്നിത്തലയും എം ലിജുവും അടക്കം വരുമെന്ന് പറഞ്ഞിരുന്നതുമാണ്. പക്ഷെ പെട്ടെന്നായിരുന്നു ഇവരുടെ തീരുമാനത്തിലൊരു മാറ്റം ഉണ്ടായത്. വിശാല KPCC യോഗം നടക്കുന്നതിനാൽ എത്താൻ താമസിക്കും എന്നായിരുന്നു വിശദീകരണം. ഇതിനെ തുടർന്നാണ് പരിപാടി മാറ്റിയിരുന്നത്. സജി ചെറിയാൻ നേരത്തെ തന്നെ, അതായത് ഈ പരിപാടിയുടെ ക്ഷണം ലഭിച്ച ആ സമയത്ത് തന്നെ വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അസൗകര്യമുണ്ട് എന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള MLA-മാർക്ക് ആദരം നൽകാമെന്ന രീതിയിൽ പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ പരിപാടി മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു ദിവസം ഇത് നടത്തുമെന്നാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ആ ദിവസം എന്നാണ് എന്ന് ഇതുവരെയും തീർച്ചപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഇനി മാറ്റിവെച്ച ദിവസവും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറാകുമോ എന്ന കാര്യവും സുപ്രധാനമായി തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ മന്ത്രിമാർ പങ്കെടുക്കുമെന്നൊരു വാർത്ത വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായതാണ്, വിവാദമായതാണ്. അത്തരത്തിൽ വിവാദം കുറെ കൂടി കനക്കേണ്ട എന്ന് കരുതിയിട്ടാകാം ഒരു പക്ഷേ ജനപ്രതിനിധികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെന്നാണ് പൊതുവായി നിൽക്കുന്ന ഒരു അനുമാനം. രുചീഷ്.